മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചു വിടുന്ന DGP മത്സരിക്കുക. വീട്ടിൻ്റെ അടുത്ത് ചെന്നാൽ പട്ടി അഴിച്ചു വിടും. ഏത് മലയാളി ആഗ്രഹിക്കുന്നത് മതേതരത്വമാണ്. അല്ല ജഗതിയിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാം കൂടി പൂജപ്പുര കിടന്നും ഗതി കിടന്നും അടികൂടുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. എവിടെയാണോ മതേതരത്വമുള്ളത് അവിടെ മാത്രമേ നമ്മൾ വികസനമുള്ളൂ. നമ്മളെ വികസന രാജ്യങ്ങളിൽ നോക്കുക, ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ തർക്കിക്കുന്ന ഒരു രാജ്യത്തും വികസനമില്ല. അപ്പോൾ നമ്മൾ ഒരു ജാതിയും ബാധകമല്ലാത്ത ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ, UAE എന്ന് പറയുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ലോകത്ത് വികസനം വരുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെ ഒരു ഇസ്ലാമത രാഷ്ട്രമാണെങ്കിലും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ടും അവിടെ എല്ലാ മതങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം, ഒരേ മര്യാദ, ഒരേ രീതി. അതിൻ്റെ പേരിൽ ഒരു തർക്കമോ വഴക്കോ ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോഴേ ശിക്ഷിക്കപ്പെടും. അങ്ങനെ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ. വിദേശ രാജ്യം എടുത്തു, ഈ മതത്തിനും ജാതിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യവും മുന്നോട്ട് പോയിട്ടില്ല. അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമേ നടക്കാറുള്ളൂ, അവിടെ അഴിമതി മാത്രമേ നടക്കാറുള്ളൂ. പക്ഷേ മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്രരായി ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയൊക്കെ കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാം എന്നാണ് BJP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തി മലയാളികളെ വോട്ട് വാങ്ങാം എന്ന് വരുന്ന മണ്ടത്തരത്തിലേക്കാണ്. അതായത് പണം കൊടുക്കാതെയും വികസനം കൊടുക്കാതെയും ഇവരെ ശ്വാസം മുട്ടിച്ച്, ഇവരെ ഞെരിച്ച്, ഇവരെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങാം എന്നാണ് BJP എടുത്തിരിക്കുന്ന ഒരു തന്ത്രം. ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ലഹരിക്കാർക്ക് കഴിഞ്ഞ 3 ടേമായിട്ട് 15 വർഷമായിട്ട് മണ്ടത്തരം പറ്റാൻ. ഇനി ആ മണ്ടത്തരം ആവർത്തിക്കരുതെന്ന് ജനങ്ങളോട് പറയുക. ഞാൻ ഉറപ്പ് തരുന്നു, പൂജപ്പുര രാധാകൃഷ്ണൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്ന രീതിയിൽ ഏറ്റവും വികസനോന്മുഖമായിട്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, ആർക്കും വേണ്ടാത്ത KSRTC കേരളത്തിൻ്റെ അഭിമാനമാണെന്ന് ആലോചിച്ചാൽ മതി. ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറ് നിറയും. വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചു വിടുന്ന DGP മത്സരിക്കുക. വീട്ടിൻ്റെ അടുത്ത് ചെന്നാൽ പട്ടി അഴിച്ചു വിടും. ഏത് അകത്ത് 12 പോലീസുകാർ അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു. ഇവരിനി എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ്? ജോലി ചോദിച്ചണക്ക് പട്ടി എത്തി കിടന്നാൽ ആര് പോവും? ഇവരാരും പോവും? ഞാൻ ഒന്നും പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ സത്യമല്ലേ പറയുന്നത്. 12 പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീട്ടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ നടുക്കോട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. ഒരു ശിക്ഷ കൂടിയാണ് ചിലരുടെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാതെ, മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന, മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പ്രതികാരം, ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം, ഒരു ദൈവത്തിൻ്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ്. അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കും. ഒന്നുമില്ലേലും BJP ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം, ഒരു വോട്ട് തരണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട്. ഏതായാലും അതൊക്കെ അങ്ങനെ പല തമാശകളും തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാം.